71 ദിവസങ്ങൾക്ക് ശേഷം ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെടുത്തത്. 2.5 മാസത്തോളം വെള്ളത്തിനടിയിൽ കിടന്നിരുന്നതിനാൽ തന്നെ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് അർജുന്റെ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയത്. ക്യാബിൻ ഡ്രഡ്ജറിൽ ക്രെയിൻ ഉപയോഗിച്ച് അല്പം ഉയർത്തിയപ്പോൾ തന്നെ മൃതദേഹം ഉള്ളിലുണ്ടെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞിരുന്നു. അതിനുശേഷം ഡിങ്കി ബോട്ടിൽ SBRF ഉദ്യോഗസ്ഥരെത്തിയാണ് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത്. ലോറിക്കുള്ളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോകാനുള്ള സാഹചര്യവുമില്ലായിരുന്നു. അതിനാൽ തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ച് നീക്കിയാണ് മൃതദേഹത്തിന്റെ ഭാഗം ഡിങ്കി ബോട്ടിൽ എത്തിച്ചത്. മൃതദേഹ ഭാഗങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. ഫോറൻസിക് DNA പരിശോധനാ ഫലങ്ങൾ കൂടി പൂർത്തിയാക്കി മൃതദേഹം അർജുന്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ച ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ഇത് സംബന്ധിച്ച സാങ്കേതിക നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അർജുന്റെ സഹോദരനിൽ നിന്ന് നേരത്തെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. അതേസമയം മൃതദേഹം അർജുന്റേതാണ് എന്ന് സഹോദരി ഭർത്താവ് ജിതിനും ലോറി ഉടമ മനാഫും സ്ഥിരീകരിച്ചു. അർജുന് വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് തീരുമാനിച്ചിരുന്നുവെന്ന് ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അർജുൻ തിരിച്ചു വരില്ല എന്ന സത്യം മാനസികമായി കുടുംബം ഉൾക്കൊണ്ടിരുന്നു എന്നും എങ്കിലും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും കണ്ടെത്തുകയായിരുന്നു എന്നും ആഗ്രഹമെന്നും ജിതിൻ പറഞ്ഞിരുന്നു. അതേസമയം അർജുനെ കണ്ടെത്തുമെന്ന അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നെന്നും ആ വാക്ക് പാലിച്ചുവെന്നുമായിരുന്നു ലോറി ഉടമ മനാഫിന്റെ പ്രതികരണം. അർജുന് എന്തു പറ്റിയെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് തുടക്കം മുതൽ മനാഫ് ശിരൂരിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്